നമസ്കാരം. ഹമാസ് തീവ്രവാദികൾക്കെതിരെ വീണ്ടും ശക്തമായ ആരോപണവുമായി ഇസ്രായേൽ സർക്കാർ. ഹമാസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ജനതയ്ക്ക് നേരെ ഹമാസ് തീവ്രവാദികൾ മനഃശാസ്ത്രപരമായ ഭീകരാക്രമണമാണ് നടത്തുന്നത് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ 34 ബന്ദികളുടെ പേരുവിവരങ്ങൾ ഹമാസ് തീവ്രവാദികൾ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഈ 34 പേരിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് ഇല്ല എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു സ്ഥിരീകരണവും ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഹമാസ് 2023 ഒക്ടോബർ 7 തട്ടിക്കൊണ്ട് പോയവരിൽ 1 വയസ്സുള്ള ഒരു കുട്ടിയും 5 വയസ്സുള്ള മറ്റൊരു കുട്ടിയും ഉണ്ടായിരുന്നു. ഈ 2 പേരും കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് തീവ്രവാദികൾ അന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ 34 പേരുടെ പട്ടികയിൽ ഈ കുട്ടികളുടെ പേരുമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വിചിത്രമായ കാര്യം. ഇതിൽ സ്ഥിരീകരണം വേണം എന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. കാരണം കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ കുട്ടികളുടെ പേരെങ്ങനെയാണ് ഇപ്പോൾ പുറത്തുവിട്ട ലിസ്റ്റിൽ വന്നത് എന്നുള്ളത് സ്വാഭാവികമായ ചോദ്യമാണ്. മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിക്കുന്നത് ഇതേ പട്ടിക കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇസ്രായേൽ സർക്കാർ അങ്ങോട്ട് ഹമാസ് തീവ്രവാദികൾക്ക് കൈമാറിയ പട്ടികയാണ് എന്നാണ്. അന്ന് ഇതിനോട് പ്രതികരിക്കുക പോലും ചെയ്യാത്ത ഹമാസ് നേതൃത്വം ഇപ്പോൾ അതേ പട്ടിക തന്നെയാണ് തിരികെ വിട്ടയക്കുന്നവരുടെ പട്ടിക എന്ന പേരിൽ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് നെതന്യാഹു ആരോപിക്കുന്നത്. എന്നാൽ ഇസ്രായേലും ഖത്തറും എല്ലാം മുൻകൈയെടുത്ത് നടത്തുന്ന ഒത്തുതീർപ്പ് ശ്രമങ്ങൾ ഇപ്പോഴും എങ്ങുമെത്താതെ നീങ്ങുന്ന ഒരവസ്ഥയിലാണ്. കുറേ പേരെങ്കിലും വിട്ടയച്ചില്ലെങ്കിൽ അപകടകരമായ അവസ്ഥ വരും എന്ന് ഹമാസ് നേതൃത്വത്തിന് നന്നായിട്ടറിയാം. കാരണം ഈ മാസം 20 ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ അവരെ നരകം കാണിക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴേ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഹമാസിന് മാത്രമല്ല, ഹമാസിന് എല്ലാ സഹായം നൽകുന്ന ഇറാനും വലിയൊരു ഭീഷണി തന്നെയാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായി വീണ്ടും തിരികെ എത്തുന്നത്. താൻ പ്രസിഡൻ്റായി ചുമതലയേറ്റാൽ ആദ്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇറാൻ്റെ ആണവ ശേഖരം നശിപ്പിക്കുന്നതായിരിക്കും എന്നൊക്കെ തന്നെയാണ് ഇപ്പോഴും ട്രംപ് പ്രഖ്യാപിക്കുന്നത്. നിരന്തരമായി ട്രംപ് ഹമാസിനെയും ഇറാനെയും എല്ലാം തന്നെ വിമർശിക്കുന്നുണ്ട്, അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, താക്കീത് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപ് എത്തുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കി ബന്ദികളെ മോചിപ്പിക്കാനാണ് ഇരുകൂട്ടരും ശ്രമിക്കുന്നത്. പക്ഷേ ഈ ബന്ദികളിൽ എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട 14 പേരുടെ പട്ടികയിൽ മിലി ഡമാരി എന്ന ബ്രിട്ടീഷ് വനിതയും ഉൾപ്പെടുന്നുണ്ട്. ചില അമേരിക്കൻ സൈനികരും ഈ പട്ടികയിൽ പെടുന്നവരാണ്. പക്ഷേ അവരെക്കുറിച്ചൊന്നും തന്നെ യാതൊരു വിവരവും ഇപ്പോഴും ലഭ്യമല്ല. ഹമാസ് തീവ്രവാദികൾ തന്നെ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ബന്ദികൾ പലരെയും മറ്റു ചില അവരുടെ കൂട്ടാളികളായ ചില തീവ്രവാദ സംഘടനകൾക്ക് വിട്ടുകൊടുത്തതായും നേരത്തെ പറയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദി സംഘടനകളുടെ നേതാക്കളൊക്കെ തന്നെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല. അത്രയും രൂക്ഷമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ അവിടെ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ബന്ദികൾ എത്ര ജീവിച്ചിരിപ്പുണ്ടെന്നതിനെക്കുറിച്ച് ആർക്കും ആധികാരികമായി ഒരു കാര്യവും പറയാൻ പറ്റുന്ന അവസ്ഥയല്ല ഇപ്പോഴുള്ളത്. എന്നിട്ടും തങ്ങൾ പുറത്തുവിടാൻ പോകുന്നു എന്ന് പറഞ്ഞ് 34 പേരുടെ പേര് വിവര പട്ടിക എന്തിനാണ് ഹമാസ് പുറത്തുവിട്ടത് എന്നാണ് ഇസ്രായേൽ ചോദിക്കുന്നത്. ഇതുതന്നെയാണ് ഇസ്രായേൽ ജനതയെ മനഃശാസ്ത്രപരമായി തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് ഹമാസ് എന്ന് ഇപ്പോഴും ഇസ്രായേൽ കുറ്റപ്പെടുത്തുന്നത്. ഇസ്രായേൽ ഔദ്യോഗിക വൃത്തങ്ങൾ മാധ്യമങ്ങളോട് പറയുന്നത് ഹമാസ് നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ ഒരു കാരണവശാലും കൊടുക്കരുത് എന്നാണ്. കാരണം ഇത് മുഴുവൻ അവരുടെ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, അവരുടെ വ്യാജ പ്രചരണങ്ങളാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ വാർത്തകൾ പ്രസിദ്ധീകരിക്കരുത് എന്നാണ്. കഴിഞ്ഞ ദിവസമാണ് ഹമാസ് തീവ്രവാദ സംഘടന തങ്ങൾ പുറത്തുവിടാൻ പോകുന്ന 34 പേരുടെ പേരുവിവര പട്ടിക മാധ്യമങ്ങൾക്ക് നൽകിയത്. മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച് വന്നതോടുകൂടിയാണ് അവരുടെ വീട്ടുകാർ ആകെ ആശങ്കയിലായത്. കാരണം കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്നവരുടെ പേരുകൾ പോലും ലിസ്റ്റിൽ വന്നപ്പോൾ ഇവരിൽ പലരും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഏതായാലും ഈ മാസം 20 മുമ്പ് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ പിന്നെ തീരുമാനം എടുക്കാൻ പോകുന്നത് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കുമെന്ന് ഹമാസ് തീവ്രവാദി സംഘടനയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ളത് ഇസ്രായേലിനേക്കാൾ ഇപ്പോൾ ആവശ്യമായി വന്നിരിക്കുന്നത് ഹമാസിനാണ്.